ആ വിശ്വാസമുണ്ടാകുമ്പോഴാണ് ശിർക്ക് വരുന്നത്. പക്ഷേ അങ്ങനെയുള്ള വിശ്വാസമില്ല. മറിച്ചെന്താണുള്ളത്? അബ്ദുഹു വറസൂലുഹു, അല്ലാഹുവിന്റെ അടിമയാണ്. അല്ലാഹു ഇസ്ലാമിക പ്രചാരണ പ്രവർത്തനത്തിന് വേണ്ടി സമുച്ചയത്തിലേക്ക് പറഞ്ഞയച്ച അവന്റെ തിരുദൂതനാണ് എന്ന ആശയം പ്രഖ്യാപിക്കുകയും വിശ്വസിക്കുകയും സമുച്ചയത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിന്റെ സമീപത്ത് സയ്യിദുനാ അബൂ ഹുറൈറ തങ്ങൾ വന്ന് ഈ വിഷയം അങ്ങ് അവതരിപ്പിച്ചപ്പോൾ അബൂ ഹുറൈറ തങ്ങളോട് നബി തങ്ങൾ പറയുന്നു, അബൂ ഹുറൈറ, ശരീരത്തിൽ വിരിച്ച വിരിപ്പ് നിലത്ത് വിരിക്കൂ. അബൂ ഹുറൈറ തങ്ങൾ ശരീരത്തിൽ വിരിച്ച പുതപ്പ് മുന്നിൽ വിരിക്കുന്നു. നബി തങ്ങൾ അഭൗതികമായ എന്തോ കാര്യം അതിലേക്കങ്ങ് കോരിയിടുന്നു. സ്വഹാബത്തിന് ചോദ്യമില്ല, നബിയെ തങ്ങൾ എന്താണ് അന്തരീക്ഷത്തിൽ നിന്ന് കോരിയിടുന്നത്? കോരുന്ന തങ്ങളുടെ കയ്യിലൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചില്ല. കാരണം നബി തങ്ങൾക്കുള്ള സ്ഥാനവും ബഹുമാനവും ലോകത്തൊരാൾക്കും അല്ലാഹു നൽകിയിട്ടില്ല. കാരണം ഖുർആൻ സമ്മതിച്ചതാണ്, പ്രഖ്യാപിച്ചതാണ്, വകാന ഫളലുല്ലാഹി അലൈക അലീമാ. അങ്ങേക്ക് അല്ലാഹു ചെയ്തു തന്നിട്ടുള്ള ഔദാര്യങ്ങളും അങ്ങേക്ക് അല്ലാഹു ചെയ്തു തന്നിട്ടുള്ള സ്ഥാനങ്ങളും അത് മഹത്താണ് നബിയേ. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു കോരി വാരിയിട്ട് ആ മുന്നിൽ വിരിച്ച തട്ടത്തിലേക്ക് അങ്ങ് വാരിയിടുന്നു. എന്നിട്ട് അബൂ ഹുറൈറ തങ്ങളോട് പറയുന്നു, അബൂ ഹുറൈറ, അതെടുത്ത് നിന്റെ മാറോടൊന്ന് ചേർത്തിപ്പിടിക്കൂ. അബൂ ഹുറൈറ തങ്ങൾക്ക് ചോദ്യമില്ല, അല്ല നബിയെ തങ്ങൾ എന്തോ ഒന്നതിലേക്ക് കോരിയിട്ടിട്ടുണ്ടല്ലോ. കോരിയത് കണ്ടിട്ടില്ലെങ്കിലും ഇട്ടതിനു ശേഷം കാണണ്ടേ, അതും കാണുന്നില്ലല്ലോ. ചോദ്യമില്ല. നബി തങ്ങൾ അഭൗതികമായ സഹായം നൽകുകയാണ്, അല്ലാഹുവിന്റെ കഴിവുകൊണ്ട് നൽകുകയാണ്, സ്വന്തം നൽകുന്ന ആളല്ല. അങ്ങനെ നൽകുമെന്ന വിശ്വാസമുണ്ടാകുമ്പോഴാണ് ശിർക്ക് വരുന്നത്. അങ്ങനെ അല്ല, മറിച്ച് അല്ലാഹു കൊടുത്ത സ്ഥാനം കൊണ്ടും അല്ലാഹു കൊടുത്ത ബഹുമതി കൊണ്ടുമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭൗതികമായ ചികിത്സ നടത്തുന്നത്. എന്നിട്ടത് മാറോട് ചേർത്തിപ്പിടിക്കാൻ വേണ്ടി നബി തങ്ങൾ പറഞ്ഞപ്പോൾ അബൂ ഹുറൈറ തങ്ങൾ അത് മാറോട് ചേർത്തിപ്പിടിക്കുന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത ഹദീസാണ്, ഒരു നിലക്കും ദഈഫാണെന്ന് പറയാൻ സാധിക്കാത്ത ഹദീസിന്റെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും ഈ ചരിത്രം. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, ഞാൻ നബി തങ്ങൾ എന്നോട് ആ വസ്ത്രം എന്റെ മാറോട് ചേർത്തിപ്പിടിക്കാൻ പറഞ്ഞതു മുതൽക്ക് എന്റെ മനസ്സിലുള്ള സർവ്വ ഹദീസുകളും പിന്നീട് എനിക്ക് മറക്കേണ്ടി വന്നില്ല. മറവി എന്ന രോഗം തന്നെ എന്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. നബിതങ്ങളോട് സയ്യിദുനാ അബൂ ഹുറൈറ തങ്ങൾ സഹായം ചോദിക്കുന്നു, നബിതങ്ങൾ സഹായം ചെയ്തു കൊടുക്കുന്നു. ഇത് സ്വന്തമായ സഹായമല്ല, ദൈവമാണെന്ന ലക്ഷ്യത്തിലല്ല, ദൈവത്തിന്റെ ഗുണങ്ങളുണ്ടെന്ന ലക്ഷ്യത്തിലും വിശ്വാസത്തിലും അല്ല, മറിച്ചെന്താണ്, എല്ലാറ്റിനും നബിതങ്ങൾ കാരണക്കാരനാണ്. നമ്മൾക്ക് ഹിദായത്ത് ലഭിക്കാനും നബിതങ്ങൾ കാരണക്കാരനാണ്. അള്ളയാണ് ഹിദായത്ത് നൽകുന്നവൻ, പക്ഷെ അതിന്റെ കാരണക്കാരൻ റസൂലുള്ളാഹിയാണ്. അതാണല്ലോ ഇമാം ശാഫിഈ തങ്ങൾ അവിടുത്തെ റിസാല എന്ന പ്രശസ്ത ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു, ഫലം തുംസിബിനാ നിഅമത്തുൻ ലഹറത് വലാ ബതനത് നിൽനാ ബിഹാ ഹല്ലം ഫീ ദീനിൻ ഔ ദുനിയാ ഔ ദുഫിഅ ബിഹാ അന്നാ മക്റൂഹും ഫീഹിമാ أو في واحد منهما إلا ومحمد صلى الله عليه وسلم سببها.
നമുക്ക് എന്ത് അനുഗ്രഹം ലഭിക്കുന്നുണ്ടെങ്കിലും, എന്ത് മുസീബത്തും എന്ത് വിപത്തും നമ്മിൽ നിന്ന് തട്ടിപ്പോകുന്നുണ്ടെങ്കിലും, എല്ലാറ്റിന്റെയും കാരണക്കാരൻ ശഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഈ സത്യപാട് നാം ചൊല്ലുന്ന നാരിയത്തുസ്സലാത്തിൽ പ്രകടമാകുന്നത്.